കിഴക്കുതിക്കും. അമ്മ എങ്ങോട്ടെങ്കിലും യാത്ര പോകണോ? അത്യാവശ്യമായിട്ടൊന്ന് കണ്ണൂർ വരെ പോണം. ഇതെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന്? അത് കൊള്ളാം. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്തേക്കൊന്ന് പോണം തോന്നിയാ എന്താ ഇത്ര പ്രശ്നം നിനക്ക്? പ്രശ്നമൊന്നുമില്ല, പക്ഷെ പെട്ടെന്ന് എന്താ അമ്മയ്ക്ക് ഇങ്ങനെ തോന്നാൻ? എടാ, ഞാൻ 2 ദിവസത്തിനുള്ളിൽ തിരിച്ചു വരും. അതുവരെ ഇങ്ങക്ക് ആവശ്യമുള്ള എല്ലാ ഏർപ്പാടും ചെയ്തു വെച്ചിട്ടാ ഞാൻ പോകുന്നത്. അതുകൊണ്ട് ഇങ്ങക്ക് രണ്ടാക്കും ഒരു ടെൻഷനും വേണ്ട, മനസ്സിലായാ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. അമ്മ എന്തിനാ പോകുന്നല്ലേ ചോദിച്ചത്? അമ്മ എന്താ അതിനുള്ള ഉത്തരം പറയാതെ അതും ഇതും പറഞ്ഞോണ്ട് നിൽക്കുന്നേ? ഇതെന്താ രണ്ടാളും കൂടി എന്നെ ചോദ്യം ചെയ്യാനുള്ള പരിപാടിയാ? ചോദ്യം ചെയ്തതൊന്നും അല്ല അമ്മേ. പിന്നെ? ഇതുവരെ ഒരു ദിവസം പോലും അമ്മ ഈ വീട്ടിൽ നിന്ന് അവധിയെടുത്ത് മാറി നിൽക്കുന്നത് ഞങ്ങളാരും കണ്ടിട്ടില്ല. ഇതിപ്പോ 1 അല്ല 2 ദിവസം. അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. അതുമല്ല, ഇപ്പൊ അമ്മയ്ക്ക് അവിടെ ആരും ഇല്ലല്ലോ. ആരുമില്ലെന്നാ? നിന്നോടാരാ പറഞ്ഞേ? എനക്കാടെ എന്റെ മുത്തപ്പനും ഉണ്ട്, തറവാട്ട് അമ്പലവും ഉണ്ട്, മനസ്സിലായാ? ബാലുവിന്റെ അപർണേന്റെ കല്യാണക്കാരെ ശരിയായ ഞാൻ നേരിട്ട് ചെന്ന് കണ്ടോളാന്ന് മുത്തപ്പനെ ഞാൻ നേർച്ചയിട്ടിട്ടുണ്ട്. അത് കേട്ട് കണ്ണടച്ച് തുറക്കും മുമ്പേ മുത്തപ്പൻ എല്ലാം ശരിയാക്കി തന്നു. അതുകൊണ്ട് എനിക്ക് ആടെ എത്തി മുത്തപ്പനെ ഒന്ന് കാണണം കേട്ടാ. പിന്നെ പറഞ്ഞ നേർച്ച നടത്തണം. അമ്മ കാര്യമായിട്ട് എന്തോ നമ്മളിന്ന് മറക്കുന്നുണ്ടോ? എന്ത് മറക്കാൻ? ഒന്നുമില്ല. അമ്മ എപ്പോഴാ പോകുന്നേ? ഇന്ന് രാത്രി 1 മണിക്കുള്ള വണ്ടിക്ക്. അയ്യോ, എടി, നീ എന്റെ ബ്ലൂ ടീഷർട്ട് ഉണ്ടോ? അത് ഞാൻ ഇതിന്റെ കൂടെ വാഷിംഗിന് ഇട്ടിട്ടുണ്ട്. ആ, അതിങ്ങ എടുത്തേ. എന്തോ നടി ഇത്? ഈ നീല ടീഷർട്ടില് കുറച്ച് റെഡായെന്നല്ലേ ഉള്ളൂ. നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. ഇത് കൊച്ചേട്ടന്റെ എന്നെ ചുമന്ന ടീഷർട്ടിന്ന് പറ്റിയ കളറാ. ഞാനിപ്പോ എന്താ ചെയ്യാനാ? ഓ, പുതിയ ടീഷർട്ട് ഒന്നും അല്ലല്ലോ. അയ്യോ, എന്റെ ബ്രെഡ്. വാട്ട് എ ഫാന്റാസ്റ്റിക് ടോസ്റ്റ്. അടിപൊളി. കുറച്ച് ചുരണ്ടി എടുത്ത് കണ്ണിൽ എഴുതിക്കോ, സൂപ്പർ ആയിരിക്കും. ദേ, എന്നെ കളിയാക്കിയാലുണ്ടല്ലോ. കഷ്ടപ്പെട്ട് ഓരോന്ന് ഉണ്ടാക്കി തരുന്നതും പോരാ. ഇപ്പൊ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ അമ്മ എത്ര കഷ്ടപ്പെട്ട ഇതൊക്കെ മാനേജ് ചെയ്തിരുന്നെന്ന്? അത് എനിക്ക് മാത്രമല്ല, കൊച്ചേട്ടനും മനസ്സിലാവണം. വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഉണ്ടാക്കി തിന്നു. എടി മീനു, അല്ലെങ്കിൽ വെറും വയറ്റിലങ്ങ് പോയാൽ മതി കോളേജിലേക്ക്. പെണങ്ങല്ലേ നീ? വലിയേട്ടനെ കണ്ടുപിടിക്ക്. ഇന്നലെ രാത്രി മുഴുവൻ ആ പ്രസന്റേഷന് വേണ്ടി ഉറക്കം ഒഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ 7 മണിക്കാ വന്നത്. എന്നിട്ട് അപ്പൊ തന്നെ കുളിച്ച് റെഡിയായി പോവുകയും ചെയ്തു. ഇപ്പൊ ഓഫീസിലെത്തി കാണും. എടി ലെക്ചർ മതിയാക്കിയേ. അമ്മ വിളിച്ചിരുന്നോ? അങ്ങ് എത്തിയോ? ഈ സമയം കൊണ്ട് എങ്ങനെ കണ്ണൂർ വരെ എത്താനാ? വലിയേട്ടന്റെ പ്രസന്റേഷൻ തീരാറാവുമ്പത്തേക്കും വിളി പ്രതീക്ഷിച്ചാ മതി. ഓ, പറഞ്ഞ പോലെ ഇന്നാണല്ലോ ഏട്ടന്റെ ഇമ്പോർട്ടന്റ് മീറ്റിംഗ്. എന്താവോ എന്തോ. Excellent. No words to say. Thank you, sir. Well done, Mr. Balakumar. It's really amazing. Thank you, sir. Congratulations, Aparna. താങ്ക് യു സർ. ഇത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയും ഡീറ്റെയിൽഡ് ആൻഡ് ഇൻഫോർമേറ്റീവ് ആയ ഒരു പ്രസന്റേഷൻ ഈ അടുത്ത കാലത്തെങ്ങും ഞാൻ കണ്ടിട്ടില്ല. You guys deserve a big round of applause. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പ്രസന്റേഷനിൽ നിങ്ങൾ പ്രകൃതിക്ക് കൊടുത്തിരിക്കുന്ന പ്രാധാന്യമാണ്. ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ഇത്ര നേച്ചർ ഫ്രണ്ട്ലി ആയി ചെയ്യാൻ പറ്റുമെന്ന് കമ്പനി ഒരിക്കൽ പോലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. ഈ പ്രോജക്റ്റ് നമ്മുടെ കമ്പനിക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും. അബ്സല്യൂട്ട്ലി നോ ഡൗട്ട്. ഗോ അഹെഡ് വിത്ത് ഫുൾ കോൺഫിഡൻസ് ഗൈസ്. മൈ സീംലെസ് സപ്പോർട്ട് വിൽ ബി ദെയർ ഫോർ ദ എൻറ്റയർ ടീം.
താങ്ക് യു സർ. അപർണ, മീറ്റ് മീ ഇൻ മൈ ക്യാബിൻ. കൺഗ്രാറ്റുലേഷൻസ് ബാലു. നീ ഒരു രക്ഷയില്ല ബാലു. യു മേഡ് മൈ ഡേ. നീ സുധാന്റിയുടെ മോനാണെന്ന് ഒന്നുകൂടി പ്രൂവ് ചെയ്തു. പക്ഷേ ഞാനിതൊന്നും ഒറ്റയ്ക്ക് സാധിച്ചതല്ലല്ലോ. ഓർക്കപ്പുറത്ത് ഇതെല്ലാം ലാപ്ടോപ്പിൽ നിന്ന് എറേസ് ആയി പോയപ്പോ സത്യത്തിൽ ഞാൻ തകർന്നുപോയി. ഇന്നലെ രാത്രി നിന്റെ ഹോൾ ഹാർട്ടഡ് സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. അങ്ങനെ പറയല്ലേ ബാലു. സകല ഐഡിയാസും ഹാർഡ് വർക്കും നിന്റേത് മാത്രം. എന്തായാലും ഒരു പ്രൊമോഷൻ നടക്കുന്നുണ്ട്. ഓ അയ്യോ, ഞാൻ അമ്മയൊന്ന് വിളിക്കട്ടെ. ഒന്നും പറയാതെ വെളുപ്പിന് കണ്ണൂർക്ക് വിട്ടതാ. എവിടെ എത്തിയെന്ന് പോലും അറിയത്തില്ല. ഇവിടെ ആകെ മാറിപ്പോയില്ലപ്പാ. ഒന്നും കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. പിന്നെ ഈ ശിവൂര് ഹൈസ്കൂളില് പണ്ട് ഹെഡ് മാസ്റ്റർ ആയിരുന്ന ഒരു പുരുഷോത്തമൻ സാറ് അറിയില്ലല്ലോ. ഒരു വെച്ചാലും സ്കൂളിന്റെ അടുത്ത എടിയോ എനിക്ക് താമസിച്ചിരുന്നെ. സ്കൂളിലേക്കുള്ള വഴി എനക്കറിയില്ല, വേറെ നിനക്ക്. ചേടാ, നാട്ടിലെ സ്കൂൾ അറിയാത്ത ആൾക്കാരുണ്ടാ? ഹലോ, ആ ബാലു. ആ അമ്മേ, എത്തിയോ? ആ ഇപ്പൊ എത്തിയിട്ടുള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു ഇന്റെ എന്നാ പറയാ പ്രസന്റേഷൻ അമ്മേ? ആ പ്രസന്റേഷൻ അതെങ്ങനെയുണ്ടായിരുന്നു? ഗംഭീരമായിരുന്നു. പ്രോജക്റ്റ് അപ്രൂവ് ആയി. അതെയാ? അപർണ എന്ത് പറഞ്ഞു? സന്തോഷായി നോക്ക്. വെരി വെരി ഹാപ്പി ആന്റി. ഇന്നത്തെ ബാലുന്റെ പ്രകടനം ഒന്നും പറയണ്ട. എല്ലാരുടെയും കയ്യടി വാങ്ങിട്ടോ. ആ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയേനു മോളെ. പക്ഷേ ഈ സ്ഥലമാകെ മാറിപ്പോയിനു. എന്നാലും എവിടെയോ പഴയ ഓർമ്മകൾ ഇങ്ങനെ. ബാലു ജനിച്ചത് എവിടെയാ? എന്റെ കയ്യും പിടിച്ചിട്ട് ഈ വഴിയിലൂടെ കൊറേ നടന്നിട്ടുണ്ട്. ഇനി എന്താ അമ്മയുടെ പരിപാടി? ആ എന്റെ പഴയ ഹെഡ് മാസ്റ്ററെ ഒന്ന് കണ്ടുപിടിക്കണം. പിന്നെ ഞാൻ പഠിച്ച സ്കൂളിലേക്കൊന്ന് പോണം. അല്ല, അപ്പൊ അമ്പലത്തിൽ പോകുന്നില്ലേ? കുടുംബക്ഷേത്രത്തില്? ആ പിന്നെ പോണം. അത് വൈകുന്നേരല്ലേ ബാലു? ഞാൻ നാളെ തന്നെ തിരിച്ചെത്തും. മോനെ, മീനുന്റെ സാഗറിന്റെ മുകളിൽ ഒരു കണ്ണു വേണേ. ഓക്കെ അമ്മ. ടേക്ക് കെയർ ആന്റി. ആ മോളെ. ഏട്ടാ, ഈ സ്കൂൾ എന്താ പൂട്ടിയിട്ടിന്? ഈ സ്കൂൾ പൂട്ടിട്ട് 6 കൊല്ലായിന്. 6-7 കൊല്ലോ? ഇനിയിപ്പൊ എന്റെ മാർക്ക് ലിസ്റ്റും DC എല്ലാം എവിടെ പോയി മേടിക്കാനാ ഈശ്വര? ആ ഏട്ടാ, ഇവിടെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന പുരുഷോത്തമൻ സാറ്. ആള് പെൻഷനായിട്ട് കുറെ കാലായില്ലേ? അയ്യോ, സാറ് എവിടെയാ താമസിക്കുന്നത്? ആ എനക്കറിയില്ല, കുറെ കാലായി കണ്ടിട്ട്. ആ ഏട്ടാ, ശിവപുരം ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന പുരുഷോത്തമൻ സാറിനെ. ആ നല്ല പ്രായമുള്ളവരല്ലേ? ആ ആ ആ അതെ, ഇപ്പോ നല്ല പ്രായമായിട്ടുണ്ടാവും. ഇടയ്ക്ക് എന്തേലും സൂക്കേടായി കുറച്ചു നാള് കിടപ്പയിലായിരുന്നു. ഈനിടയ്ക്ക് ഭാര്യ മരിച്ചു. അതിനുശേഷം പുറത്തൊന്നും അങ്ങനെ ഇറങ്ങലില്ല. സാറിപ്പോ എവിടെ താമസിക്കുന്നറിയോ? ഈടന്ന് നേരെ പോയി ഇടത്തോട്ട് തിരിയുമ്പോ വലതു ഭാഗത്ത് റബ്ബർ തോട്ടമുണ്ട്. അതിന്റെ ഉള്ളിലുള്ള വീട്ടിലാ സാറിപ്പോ താമസിക്കുന്നേ. വലിയ ഉപകാരേട്ടാ. ഓ. ആരാ മനസ്സിലായില്ല. എന്താ ചോദിച്ച കേട്ടില്ലേ? പഠിച്ചിരുന്ന 9 കൊല്ലവും ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യയായ എന്നെ സാറിന് മനസ്സിലായില്ല? പഠിത്തത്തില് മാത്രല്ല, സ്കൂളിന്റെ മുറ്റത്തെ മാവിലുള്ള മാങ്ങ മോഷ്ടിക്കുന്ന കാര്യത്തിലും ഞാൻ തന്നെയായിരുന്നു ഒന്നാമത്. സുധാമണി, മാങ്ങാക്കള്ളി. അതെ. വാ മോളെ, അകത്തേക്ക് വാ.
ഈ ഒരുപാട് മാറിപ്പോയി. മാഷിനും വല്ലാണ്ടങ്ങ് പ്രായായി. പ്രായം ആരെയും വെറുതെ പിടിക്കുക കേട്ടോ. മാഷിന് എന്റെ കൈ കൊണ്ടൊരു പലഹാരം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ ഉണ്ണിയപ്പം. ആ, പണ്ട് ശങ്കരൻ മാമന്റെ കടയിൽ നിന്ന് മാഷ് മേടിച്ചിരുന്ന ഉണ്ണിയപ്പം ഉണ്ടല്ലോ, ആ. അതല്ലാട്ടോ ഇത്. ആ, ഇത് ഞാൻ ഉണ്ടാക്കിയതാ. പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഈ ഇപ്പോഴും ഓർത്തോണ്ടിരിക്കണല്ലേ? ഓർക്കാനായിട്ട് ഞാൻ എന്തെങ്കിലും മറന്നിട്ട് വേണ്ടേ? ഈ ഇപ്പോഴും തിരുവനന്തപുരത്ത് തന്നെയാണല്ലേ? അപ്പൊ മാഷും ഒന്നും മറന്നിട്ടില്ല. കുടുംബമല്ല? 3 മക്കളാ എനിക്ക്. മൂത്തോന് ജോലിയുണ്ട്, ഇളയ 2 കുട്ടികളും പഠിക്കാൻ. മോൻ കോളേജിലും മോള് 10ാം ക്ലാസ്സിലും. എന്തോ ഒരു ബ്രൈറ്റ് സ്റ്റുഡന്റ് ആയിരുന്നു ഈ. പഠിത്തം നിർത്തിയിട്ടില്ലെങ്കിൽ ഈ നല്ല നിലയിൽ എത്തുമായിരുന്നു. എന്തിപ്പോ ഈ പെട്ടെന്നുള്ള വരവിന്റെ ഉദ്ദേശം? വെറുതെ ആവില്ല നിന്റെ മനസ്സ് പറയുന്നു. ആന്റി എന്തിനാ ഇപ്പൊ അത്യാവശ്യം പിടിച്ച് കണ്ണൂർക്ക് പോയത്? അമ്പലത്തിൽ പോകാൻ നേർച്ചയുണ്ടത്രേ. ഇവിടെ അമ്പലങ്ങളൊന്നും ഇല്ലാത്ത പോലെ. മുത്തപ്പനല്ല ആന്റിയുടെ ഇഷ്ടദൈവം. 5 വരി സംസാരിച്ച അതിൽ 50 പ്രാവശ്യവും എന്റെ മുത്തപ്പാന്ന് വിളിക്കുന്ന ആളല്ലേ. ജനിച്ച നാടും അവിടുത്തെ ദൈവങ്ങളും എല്ലാവർക്കും വലുത് തന്നെയായിരിക്കും സാഗർ. പോയിക്കണ്ട് മനസ്സിലെ സങ്കടങ്ങളെല്ലാം പറഞ്ഞിട്ട് വരട്ടെ. അതുകൊണ്ടല്ലടി 2 ദിവസം അമ്മയില്ലാതെ എന്തോ പോലെ. സാധാരണ വീട്ടിലുള്ള കുട്ടികൾ എങ്ങോട്ടെങ്കിലും പോയാലാ വീട് ഉറങ്ങിപ്പോയെന്ന് പറയുന്നത്. ഇവിടെ നേരെ തിരിച്ച. അമ്മയില്ലെങ്കിൽ വീട്ടിൻ്റെ അകത്ത് വല്ലാത്തൊരു മൂകതയാ. കുറെ വഴക്കൊക്കെ ഉണ്ടാക്കി അമ്മയുടെ വായിലിരിക്കുന്നതും കേട്ട് 2 തല്ലൊക്കെ വാങ്ങിക്കൂട്ടി. അതിന്റെ ഒരു സന്തോഷം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ അമ്മയെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടല്ലേ? അയ്യോ കണ്ണീര്. നിന്റെ കണ്ണീന്ന് കണ്ണീരൊക്കെ വരുമല്ലേ? ഞാൻ വിചാരിച്ചു നിന്റെ ശരീരത്തിൽ അതിന്റെ പ്രൊഡക്ഷനേ ഇല്ലെന്ന്. അയ്യോ സാഗർ, ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞാ, പിണങ്ങല്ലേ? ഇവൻ ഇങ്ങനെ ഒരു തൊട്ടാവാടിയായിരുന്നു. ഈ സ്കൂളിൽ നിന്നും പിന്നെ ഈ നാട്ടിൽ നിന്നും പോയത് ആലോചിക്കുമ്പോ സത്യത്തിൽ എന്റെ നല്ല കാലം മുഴുവനും വീട് ഉപേക്ഷിച്ച് പോയതിന്റെ വേദനയാണ് എനിക്ക്. ഇപ്പ ആ നഷ്ടബോധം എനിക്ക് കുറച്ചെങ്കിലും ഒന്ന് കുറഞ്ഞത്. ഇത്രയും കാലം മാഷിത് സൂക്ഷിച്ചു വെച്ചിനല്ലോ. ഈ മാർക്ക് ലിസ്റ്റും TCയും വാങ്ങാൻ ഈ വരുമെന്ന് എനക്കറിയേനു. ഈ കടലാസുകൾ എന്റെ സ്വത്താ സുധാമണി. അതുകൊണ്ട് ഈ എന്റെ വിദ്യാഭ്യാസം തിരികെ നേടണം. ഏടെ നിർത്തിയോ ആടന്ന് തുടങ്ങണം. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കണം. ഇതെന്നാ? അത് തുറക്കരുത്. അത് എനിക്കുള്ളതല്ല. പിന്നെ ഇത് എന്റെ മുന്നോട്ടുള്ള പഠനത്തിന് എന്നെ സഹായിക്കുന്ന വലിയൊരു മനുഷ്യനില്ലേ, അദ്ദേഹത്തെ ഏൽപ്പിക്കണം. ശരി മാഷെ, ഈനെല്ലാം എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എന്തിനാ ഈ നന്ദി പറയുന്നേ? ഒരു അധ്യാപകന്റെ കടമയല്ലേ. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നന്നായി പഠിക്കണം, ഒരുപാട് ഉയരങ്ങളിൽ എത്തണം. വിദ്യയേക്കാൾ വലിയൊരു ആയുധമില്ല സുധാമണി. എന്നാ ഞാൻ ഇറങ്ങട്ടെ മാഷെ. 30 കൊല്ലം കഴിഞ്ഞിട്ടാ ഇപ്പോ പിന്നെ ഒന്ന് കാണുന്നേ. ഇന്നൊരു ദിവസം ഇവിടെ തങ്ങിയിട്ട് നാളെ പോയാ പോരെ മോളെ? ഈ ഒരു ദിവസം തന്നെ മഹാഭാഗ്യം കൊണ്ട് കിട്ടിയ. ഒന്നും ആലോചിക്കാണ്ട് അങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോന്നതാ. വീട്ടില് പിള്ളേരെ കാര്യം നോക്കാനും എന്റെ ജോലിന്റെ കാര്യം നോക്കാനും വേറെ ആരും ഇല്ല മാഷെ. എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും 2 ദിവസം മാഷിന്റെ ഒന്നിച്ച് നിന്നേനെ. ഈ ആവലാതികളെല്ലാം ഒന്ന് തീരുമ്പോ ഒരു ദിവസം ഞാൻ എന്തായാലും വരും. മാഷിന്റെ കൂടെ 1-2 ദിവസം ചെലവഴിച്ചിട്ടേ ഞാൻ പോവും. ഇത് സുധാമണീന്റെ വാക്കാ. അധികം വൈകാതെ വേണം. അല്ലെങ്കിൽ ഇന്റെ ഈ മാഷേ മോളിലുള്ള ഹെഡ് മാഷ് അടുത്തേക്ക് പോയിട്ടുണ്ടാവും. മാഷേ, അങ്ങനെയൊന്നും സംഭവിക്കൂല മാഷേ. നമ്മൾ ഉറപ്പായിട്ടും ഇനിയും കാണും.
ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. എന്നാ ശരി മാഷെ. മമ്മി പപ്പ What special? Anybody's birthday, anniversary? എന്താ അപ്പൊ വിശേഷം? മമ്മ, I got promoted. Wow. Really? Yes. Congratulations, Appu. It's a great news. Congratulations, my dear. Way to go. നിങ്ങളുടെ അപർണ മോള് പ്രോജക്ട് അസിസ്റ്റന്റ് പോസ്റ്റിൽ നിന്നും സീനിയർ പ്രോജക്ട് മാനേജറായി പ്രൊമോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. Excellent, മോളെ. താങ്ക് യു. ഞാനും ബാലും കൂടെ ഉറക്കളച്ചിരുന്നുണ്ടാക്കിയ ആ പ്രസന്റേഷൻ ഇല്ലേ, ഫൈനലി അത് വർക്ക്ഔട്ട് ആയി. എന്തൊരു പ്രസന്റേഷൻ ആയിരുന്നു ബാലുന്റെ. ഹി വാസ് അൺബിലീവബിളി കോൺഫിഡന്റ്. റാവു സർ വാസ് വെരി ഇംപ്രസ്ഡ്. ബാലു ഒരാൾ കാരണ ഈ പ്രോജക്ട് ത്രൂ ആയത്. അപ്പോ പ്രൊമോഷൻ ബാലുവിനും കിട്ടേണ്ടതല്ലേ? അത് പിന്നെ എന്തായാലും ഇതൊരു ടീം വർക്ക് അല്ലേ, അപ്പൊ അതിന്റെ ബെനിഫിറ്റ്സ് എല്ലാ ടീം മെമ്പേഴ്സിനും കിട്ടും യാമിനി. എക്സാക്ട്ലി. പിന്നെ ഈ പ്രോജക്റ്റിൽ എനിക്കാണല്ലോ ബാലു റിപ്പോർട്ട് ചെയ്യുന്നേ. ഞാനല്ലേ ടീം ലീഡർ. അപ്പൊ അതിന്റെ പ്രൊമോഷൻ ടീം ലീഡറിനാണല്ലോ കിട്ടുക. യെസ്. സൗകര്യം പോലെ റാവു സാറിനോട് ബാലുവിന്റെ കാര്യം ഞാൻ ഉറപ്പായും റെക്കമെൻഡ് ചെയ്യും. നമുക്കൊരു പാർട്ടി അറേഞ്ച് ചെയ്യണം മമ്മി, എന്റെ പ്രൊമോഷൻ പാർട്ടി. ഈ പ്രോജക്റ്റിൽ എന്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാ ടീം മെമ്പേഴ്സിനെയും വിളിക്കണം. ബാലുവിനോട് തീർച്ചയായും വരാൻ പറയണം. I'll tell him. അവൻ ഉറപ്പായും ഉണ്ടാവും. എന്താ യാമിനി, നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്ത പോലെ? അല്ല മഹേഷ്, ഞാൻ ആലോചിക്കുകയായിരുന്നു, അപ്പുവിന്റെ ഈ പോക്ക് കണ്ടിട്ട് അവളൊരു ജനറൽ മാനേജർ ലെവലിലേക്ക് എത്താൻ അധിക കാലതാമസം ഒന്നും എടുക്കില്ല. അതെ, അത് സന്തോഷമുള്ള കാര്യമല്ലേ. പക്ഷേ ബാലുവിന്റെ കാര്യമോ? ബാലു ഷുഡന്റ് ബി ലെഫ്റ്റ് ബിഹൈൻഡ് മഹേഷ്. അവൻ എന്നും ഇങ്ങനെ അപ്പുവിന്റെ സബോർഡിനേറ്റ് ആയിട്ട് കഴിഞ്ഞാൽ മതിയോ? ഈ ഒരു ഹൈറാർക്കി നാളെ അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കും മഹേഷ്. എനിക്ക് നല്ല പേടിയുണ്ട്. ഹേയ്, ബാലുവിന്റെ കാര്യത്തിൽ അങ്ങനെ പേടിക്കേ വേണ്ട. കുട്ടികൾ മാതാപിതാക്കളെ പോലെ ആയിരിക്കില്ലേ യാമിനി. അപ്പു നമ്മളെ പോലെയാ, ബാലു സുധാമണിയെ പോലെ. ബാലു മോശക്കാരനാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. സുധാമണിക്ക് വിദ്യാഭ്യാസം അല്പം കുറവായിരിക്കും, പക്ഷെ അവരുടെ ലൈഫ് എക്സ്പീരിയൻസ്, അതിനെ നമ്മൾക്ക് ഒരിക്കലും കുറച്ചു കാണാൻ പറ്റില്ല. അമ്മയുടെ പോയിന്റ് ഓഫ് വ്യൂവിലൂടെ ജീവിതം കണ്ടവനാ ബാലു. അവൻ തീയിൽ കുരുത്തതാ, വെയിലത്ത് വാടില്ല. ആർ യു ഗെറ്റിംഗ് മൈ പോയിന്റ്? അതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നേരിടാൻ അവർക്ക് സ്വാതന്ത്ര്യം നൽകണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. Let them deal with it. മനുഷ്യബന്ധങ്ങളും സ്വർണങ്ങളും ഒരുപോലെയാണ്. രണ്ടിന്റെയും മൂല്യം തീയിൽ കിടന്ന് ഉരുകിയതിനു ശേഷം മാത്രമേ തിരിച്ചറിയാനാവൂ.